ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അമേസിംഗ് ഫൺ ഫാക്ട്സ് പാർട്ട് 8 ആണ്. വാസ്തവത്തിൽ പശുക്കൾക്ക് നിന്നുകൊണ്ട് ഉറങ്ങാനുള്ള ഒരു കഴിവുണ്ട്. അത് മാത്രമല്ല, അവർ ഇങ്ങനെ ഉറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിലത്ത് കിടന്ന് തന്നെയാണ് ഉറങ്ങുന്നത് എന്നാണ്. ലോകത്തുള്ള 40% സ്ത്രീകളും ഒരു ദിവസത്തിൽ തന്നെ കുറഞ്ഞത് 3 തവണയെങ്കിലും ഹാൻഡ് ക്രീമോ അല്ലെങ്കിൽ ബോഡി ക്രീമോ ഉപയോഗിക്കും. നമ്മുടെ മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറിയായ അയോർട്ടയുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഗാർഡൻ ഹൗസിന്റെ അത്രത്തോളം ഉണ്ടാകും. ന്യൂസിലാൻഡിലുള്ള ആളുകൾ അവരുടെ കുട്ടികളെ അവർ ഷീപ്പ് സ്കിന്നിന്റെ മുകളിലാണ് ഉറങ്ങാൻ കെടുത്താറുള്ളത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നതനുസരിച്ച് ഇങ്ങനെ കെടുത്തിയാൽ അവരുടെ കുട്ടി പെട്ടെന്ന് തടി കൂടുമെന്നാണ്. മാത്രമല്ല, ഇത് കുട്ടിയുടെ ശരീരം ചൂടായിരിക്കാൻ വളരെ ഉപയോഗപ്രദമായിരിക്കും. ലോകത്തുള്ള ഭൂരിഭാഗം ലിപ്സ്റ്റിക്കിലും ഫിഷ് സ്കെയിൽസ് അടങ്ങിയിട്ടുണ്ട്. ഫിഷ് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ മീനിന്റെ പുറംഭാഗത്ത് കാണപ്പെടുന്ന ഒരു തൊലി പോലെയുള്ള സാധനമാണ്. പക്ഷേ ഇപ്പോൾ ചില ലിപ്സ്റ്റിക്കിലൊക്കെ ഇതിന്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രൂപമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളൊരു ബോൾ പോയിന്റ് പെൻ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലുള്ള മൂടിയിലെ വലിയൊരു പ്രശ്നം അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ പ്രതിവർഷവും 100-ലേറെ ആളുകൾ ഇത് ചോക്ക് ചെയ്ത് വളരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം പെണ്ണെന്ന് വായിലിടുമ്പോൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളെല്ലാവരും തന്നെ കാണുന്ന വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ജന്തുവാണല്ലോ സ്നെയിൽ അഥവാ ഒച്ച് എന്ന് പറയുന്നത്. ഈ ഒച്ചിന് ഏകദേശം 3 വർഷത്തോളം അടുപ്പിച്ച് ഉറങ്ങാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഷാർക്കുകൾ ഉറങ്ങുമ്പോൾ അവരുടെ ഒരു കണ്ണ് അടച്ചും ഒരു കണ്ണ് തുറന്നുമാണ് ഉറങ്ങുന്നത്. എങ്ങനെയാണല്ലോ അവർക്ക് ഇങ്ങനെ ഒരു കണ്ണ് മാത്രം തുറന്ന് ഉറങ്ങാൻ കഴിയുന്നത്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൊണാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു അൽഫോൺസോ 13 ഓഫ് സ്പെയിൻ. അദ്ദേഹം രാജാവായതെന്ന് പറയുന്നത് 1876 മെയ് 17 ആയിരുന്നു. അതെ, അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ഒരു രാജാവായി തീർന്നിരുന്നു. ഇലക്ട്രിക് ചെയർ നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഡെന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ആൽഫ്രഡ് സൗത്ത്വിക് എന്നാണ്. എന്നാലും ഒരു ഡെന്റിസ്റ്റായ അദ്ദേഹം എന്തിനാണല്ലോ ഇത് ഉണ്ടാക്കിയത്? സ്റ്റുവാർഡ്രസ് എന്ന വാക്കാണ് നമുക്ക് കീബോർഡിൽ ഇടതു കൈ കൊണ്ട് എഴുതാൻ പറ്റിയ ഏറ്റവും വലിയ വാക്കെന്ന് പറയുന്നത്. എന്താ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ചു നോക്കൂ. അടുത്തതായി വരുന്നതും കീബോർഡിനെ കുറിച്ചുള്ളത് തന്നെയാണ്. കീബോർഡിന്റെ 1ാമത്തെ വരി വെച്ച് നമുക്ക് എഴുതാൻ പറ്റിയ ഏറ്റവും വലിയ വാക്കെന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റർ എന്നാണ്. അമേരിക്കയിൽ 4 പേരിൽ ഒരാളെങ്കിലും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ടിവിയിൽ വന്നിട്ടുണ്ടാകും. വാസ്തവത്തിൽ ആൽമണ്ട്സും പീച്ച് ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. ഒരു ശരാശരി മനുഷ്യൻ ഓരോ രാത്രിയിലും കുറഞ്ഞത് 3 മുതൽ 5 വരെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഭൂരിഭാഗവും അഥവാ ഏകദേശം 95% നമ്മൾ രാവിലെ ആകുമ്പോൾ മറന്നിട്ടുണ്ടാകും. 2 കണ്ണും ഒരേ സമയത്ത് അടക്കാൻ കഴിയുന്ന ഒരേ ഒരു മീൻ എന്ന് പറയുന്നത് ഷാർക്കാണ്. പക്ഷെ ഇത് എപ്പോഴൊന്നുമില്ല, അവർ അവരുടെ ഇരയെ കടിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ അടുത്തുണ്ടായ ഒരു പഠനത്തിൽ ഭൂരിഭാഗം അമേരിക്കക്കാരോടും അവർക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ല് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരമെന്ന് പറയുന്നത് ബനാനയുടെ സ്മെൽ എന്നായിരുന്നു. വെറും 18 മാസം കൊണ്ട് 2 എലികൾക്ക് മാത്രമായിട്ട് ഏകദേശം 1 മില്യണോളം പിൻഗാമികളെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇത് മാത്രമല്ല കേട്ടോ, സീഹോസുകൾ അഥവാ കടൽ കുതിരകൾക്ക് ഒരു പ്രസവത്തിൽ തന്നെ കുറഞ്ഞത് 2000-ഓളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയുന്നതാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞുതരാം. വാസ്തവത്തിൽ മോസ്കിറ്റോകൾ അഥവാ കൊതുകുകൾക്ക് മനുഷ്യരുടെ രക്തം കുടിക്കാതെ പൂവിലെ തേൻ കുടിച്ച് ജീവിക്കാൻ കഴിയുന്നതാണ്. വാസ്തവത്തിൽ ആൺകൊതുകുകൾ മനുഷ്യരുടെ ചോര കുടിക്കാറില്ല. പക്ഷേ പെൺകൊതുകുകൾ അവരുടെ മുട്ടയുടെ ഉൽപാദനത്തിന് ആവശ്യമായ ചോര മാത്രമാണ് മനുഷ്യരിൽ നിന്ന് കുടിക്കുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള പകുതിയിലേറെ ജനസംഖ്യയ്ക്ക് ഒരു ഫോൺ കോൾ വരികയോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അവർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഫോണില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ സൂര്യന്റെ വലുപ്പം എത്രയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അത് ഏകദേശം 10 ലക്ഷത്തോളം ഭൂമിയെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൂര്യനിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ ഒരു ആവറേജ് സ്റ്റാർ മാത്രമാണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. നമുക്ക് പ്ലൂട്ടോയിലേക്ക് റോക്കറ്റ് ഉപയോഗിക്കാതെ പ്ലെയിനിൽ പോകണമെങ്കിൽ എത്ര കാലം എടുക്കുമെന്ന് നിങ്ങൾക്കറിയുമോ? അത് ഏകദേശം 800ഓളം വർഷം വരും. നിങ്ങൾക്കറിയുമോ, കുറഞ്ഞത് 1 വർഷത്തിൽ ഏകദേശം ഒരു കാറിന് അത്രത്തോളം സൈസുള്ള ഒരു ഉൽക്കയെങ്കിലും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാറുണ്ട്. പക്ഷെ ആരും പേടിക്കണ്ട, ഇത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുമ്പോഴേക്കും കത്തിത്തീരാറുണ്ട്.
ഓരോ വർഷവും നമ്മുടെ ഭൂമി കറങ്ങുന്നതിൻ്റെ സ്പീഡ് വളരെ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞത് ഏകദേശം 1.4 മില്ലി സെക്കൻഡ് വരെയാണ്.